ഇന്നത്തെ പരിപാടി ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ലഞ്ച് ബോക്സ് അല്ല, ചോറ്റും പാത്രം. അത് മതിയില്ലേ? ഈ ചോറും പാത്രത്തിൽ എന്തൊക്കെ സെറ്റാക്കണമെന്ന് അത് തന്നെ കാണിച്ചു തരാം. പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നാവും, ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂതി ഇങ്ങനെ ചോറ്റും പാത്രമൊക്കെ സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാതെ കേട്ടോ. ആദ്യം തന്നെ ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഉമ്മയൊക്കെ ചോറാക്കൽ. അതിനുശേഷം നമ്മൾ വെച്ചെടുക്കുന്നത് ബീൻസ് ഉപ്പേരിയാണ്. ഈ തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ബീൻസ് ഉപ്പേരി കേട്ടോ. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ എന്താ പറയുക ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ ചോറ്റും പാത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ഇതെന്ത് ഈ കളർ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മൾ നല്ല കറുത്ത പുളി ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പച്ചമുളകും തേങ്ങയിട്ടുള്ള ചമ്മന്തിയാണ്. അതിനുശേഷം അടുത്തതായിട്ട് വെക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു മാങ്ങച്ചാറാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വെച്ചെടുക്കുന്നത് ഒരു മുട്ട പൊരിച്ചതാണ്. ഇതിൽ മെയിനാണ് കേട്ടോ. ഏത് ചോറ്റും പാത്രത്തിലും മുട്ട പൊരിച്ചത് വെച്ചാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും പറയാം. അത് സ്പെഷ്യലായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എനിക്ക് അത്ര കൂടി ക്ഷമ ഉണ്ടായില്ല. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ എല്ലാം ഇവിടെ മിക്സായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ മുട്ട പൊരിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കഴിക്കാവേ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ ഫുഡ് നിലത്ത് പോവാതെ കഴിക്കാൻ നോക്കിയാലും ഈ ചോറ്റും പാത്രത്തിൽ കഴിക്കുമ്പോൾ അത് എന്തായാലും പുറത്ത് പോകും കേട്ടോ. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ആക്കുക. അപ്പോൾ സംഭവം സൂപ്പർ ആയിരുന്നു. എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ലൊരു നൊസ്റ്റാൾജി ഫീലൊക്കെ വന്ന് ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.